പിന്നെ എന്തുകൊണ്ട് ബലാത്സംഗ കേസിൽ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചില്ല എന്ന വലിയ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ സിദ്ദിഖിനെ പിടികൂടാത്തതിൽ പോലീസിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് CPIയുടെ മുഖപത്രം. സിദ്ദിഖിനെ നിരീക്ഷിക്കുന്നതിൽ വീഴ്ച വന്നു, പിടികൂടുന്നതിൽ അന്വേഷണ സംഘത്തിന് അമാന്തമുണ്ടായെന്നും വിമർശനം. അതിജീവിതയ്ക്ക് നീതി ലഭിക്കാൻ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ഉപദേശം. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഓരോ ദിവസവും ജനയുഗത്തിന് ഓരോ ലേഖനം ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ എണ്ണി എഴുതേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? അതെ, തീർച്ചയായിട്ടും ആര്യ. കാരണം സർക്കാരിനെയും മുന്നണിയും തന്നെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന സമീപകാലത്തെ വാർത്തകളൊക്കെ നമുക്കറിയാം. കാരണം ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദം, പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, ഇതിലെല്ലാം പ്രതിക്കൂട്ടിലെത്തി നിൽക്കുന്നത് പോലീസ് സേനയും അതോടൊപ്പം തന്നെ അത് ചെന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര വകുപ്പും എല്ലാമാണ്. CPI തന്നെ ഇത്തരത്തിൽ പലതരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും കൃത്യമായ രീതിയിൽ പോലീസിന് മുന്നോട്ട് പോകാൻ ഇപ്പോഴും കഴിയുന്നില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ സിദ്ദിഖിൻ്റെ വിഷയത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലീസിന്റെ കൺമുന്നിൽ ഉണ്ടായിട്ടും തുടക്കത്തിൽ പോലീസിന് അന്വേഷണത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ടായിട്ടും, കാരണം സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി നിർദ്ദേശം അല്ലെങ്കിൽ ഉത്തരവൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാൻ ഇരിക്കെ ഇപ്പോഴും പോലീസിന് ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ സിദ്ദിഖിന്റെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ അതിലൊന്നും തന്നെ പോലീസിന് കഴിയുന്നില്ല. ഗുരുതരമായ വീഴ്ച പോലീസിന് ഉണ്ടാകുന്നു. അതിനെ തുടർന്നാണ് CPI അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ പോലീസിനെ വിമർശിച്ചുകൊണ്ട് എഡിറ്റോറിയൽ പേജിൽ ലേഖനം എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പോലീസിന് ഒരു വീഴ്ച ഇക്കാര്യത്തിൽ സിദ്ദിഖിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ പഴുതുണ്ടാകരുത് പണക്കൊഴുപ്പിന്, അതോടൊപ്പം അതിജീവിതകൾക്ക് നീതി ലഭിക്കണമെന്നുള്ള കാര്യമാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നത്. നേരത്തെ ഈ അൻവറിന്റെ വിഷയത്തിലും അതോടൊപ്പം തന്നെ ADGPയുടെ വിഷയത്തിലുമെല്ലാം അതിരൂക്ഷമായ തരത്തിലുള്ള വിമർശനം CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സിദ്ദിഖിന്റെ അറസ്റ്റ് ചെയ്യാത്തതിലും CPI അതിരൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്നത്.